ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. വന്ദേ മാതരം, വന്ദേ മാതരം. മിസ്റ്റർ മുഹമ്മദ് റിയാസ് സാർ, അങ്ങ് ഇന്ത്യയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയഗീതം കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചിലർക്ക് എന്താണ് ഇത്ര ചൊറിച്ചൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട് ഒരു മതേതര നാട് ആണെന്നല്ലേ വെപ്പ്. എന്നെ സംബന്ധിച്ച് ഞാൻ പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും, മോസ്കിലും പോകും. അവിടെ കേൾക്കുന്ന മറ്റു മതങ്ങളുടെ സംഗീതവും ബാങ്കുവിളിയും അവരുടെ ചർച്ചയുടെ പ്രാർത്ഥനയും എല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരു വിഷമവും ഉണ്ടാകാറില്ല. രാജ്യത്തിന് മതേതരം ചോർന്നു പോകുന്നുവെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതുവരെ കേൾക്കാത്ത, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതര ജനങ്ങളുടെ വികാരത്തെ മാനിച്ച് മാറ്റി നിർത്തിയ ആ വരികൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? നീയേ ദുർഗ, നീ തന്നെ ദേവിയും രാജ്ഞിയും, നിഗ്രഹവദാഹിയായ കരങ്ങളിൽ തിളങ്ങും വാളുകൾ നീയേ ലക്ഷ്മി, പത്മസിംഹാസന വാസിനി നീ തന്നെ ചതുരാഗ വീക്ഷണി, സരസ്വതി വാണി ദേവി പരിശുദ്ധ പരിപൂർണേ അതുല്യ അമ്മയെ ചെവി കേൾക്കണേ. ഈ വരികൾ കേൾക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരം താറുമാറായി പോകുന്നു എന്ന് തോന്നപ്പെടുന്നത്? അതെന്തിനാണ്? അപ്പോൾ നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന മതേതരം ഒരു വെറും കപടമുഖായി മാറുകയാണോ? വെറും 3 ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ദേശീയഗീതം ഭാരതത്തിലെ മതേതര ബഹുസ്വരതയെ വെല്ലുവിളിക്കുകയോ രാജ്യവിരുദ്ധത വിളിച്ചു പറയുകയോ ദേശദ്രോഹപരമായ കാര്യങ്ങൾ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച പ്രധാന മുദ്രാവാക്യത്തിന്റെ ആവശ്യമായിരുന്നു വന്ദേ മാതരം. അത് കേൾക്കുമ്പോൾ റിയാസ്കൾക്കുള്ളിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? പിന്നെ ഈ രാജ്യം നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ ഓർമ്മിക്കാതെ പോയത്, അതിനെ അംഗീകരിക്കാതെ അതുണ്ടായ കാരണങ്ങൾ, നീചമായ പഹൽഗാമിൽ മരണപ്പെട്ടവരെയും ഓർക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ആ 3ാമത്തെ ചോദ്യം അങ്ങോട്ട് പിടികിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഏപ്രിൽ 22 പഹൽഗാമിൽ വെടിവെപ്പെടുന്ന ദിവസം, ഏത് മതം ചോദിച്ച് ഇന്ത്യക്കാരെ കൊന്ന ദിവസം. അന്ന് കുറേ ഇന്ത്യക്കാരിവിടെ മരിച്ചു വീണിരുന്നു. അപ്പോട്ടെ, അത് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് ദുരന്തം കാരണം മറന്നുപോയി കാണും, എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ മെയ് 7 അതും ഓർത്ത് കണ്ടില്ല. അതും ഇലക്ഷൻ റിസൾട്ടിന് വന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് കൊണ്ട് മറന്നുപോയത് കാണും. ഓക്കെ, അതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതേ സംഭവം പിണറായി വിജയനും ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും അത് മറന്നുപോയിരുന്നു. വാട്ട് എ കോയിൻസിഡൻസ്. ഇതൊക്കെ മറക്കുകയും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ചില സവിശേഷതയില്ല അതിന്. അത് ഞാൻ പറയുന്നതല്ല, ഇവിടെ ജനങ്ങൾക്ക് തോന്നുന്നതാണ്. കാരണം ഇവിടെ പഹൽഗാമിൽ നടന്നത് ഇന്ത്യ നടത്തിയ നാടകമാണെന്നും ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ജയിച്ചുവെന്നും വിശ്വസിക്കുന്നവർ ചില ആളുകളുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം ഇതെല്ലാം മറന്നുപോയതാണോ? പിന്നെ ഇത് കോൺഗ്രസിന്റെ സത്യപ്രതിജ്ഞ നടന്ന വേദിയിലാണ് പാടിയത്. അവരെ ജയിപ്പിച്ച് ഞങ്ങൾ ജനങ്ങളാണ്. ഇത് നിർബന്ധമായി പാടേണ്ട ഒരു സ്ഥലമാണിത്. നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ പാർട്ടി പരിപാടികളോ, നിങ്ങളുടെ പാർട്ടി പരിപാടി അടുത്തൊന്നുണ്ടാവില്ല, അടുത്ത 5 കൊല്ലം ഭരണം പിടിച്ചിട്ട് അന്ന് വേണമെങ്കിൽ നിങ്ങൾ പാടിക്കേണ്ട. പിന്നെ വന്ദേ മാതരം BJPയുടെ വകയല്ല, RSSന്റെ വകയുമല്ല. ഇത് അന്ധകാലത്ത് ചാറ്റർജി എഴുതിയത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ്. അതിൽ ചേർത്തിരിക്കുന്ന വരികൾ ചിലത് ഇന്നത്തെ നമ്മുടെ മതേതര ഇന്ത്യയിൽ കേൾക്കുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമൊന്നുമില്ല. അതെനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അതിലെവിടെയാണ് നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കുന്ന വരികൾ, ഇവിടെ അഖണ്ഡതയെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ? ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി.